ഹലോ ഗായ്സ്, അപ്പം നമ്മളെല്ലാവരും എല്ലാ വീട്ടിലുള്ളൊരു പ്രശ്നമാണ് രാവിലെ എണീറ്റാൽ എന്തുണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് അറിയുന്നതായിട്ടുള്ള എല്ലാം നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലർക്ക് ഇഷ്ടമാവും, ആർക്കും ഇഷ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ ഓരോ വെറൈറ്റീസ് കണ്ടുപിടിക്കുക, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഫുഡ് ഉണ്ടാക്കുക. അപ്പോൾ രാവിലെ എണീറ്റാൽ പിന്നെ ചോദിക്കും എന്താ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ തലേ ദിവസം ചോദിക്കും എന്താ ഉണ്ടാക്കുക. അപ്പം എന്ത് ചെയ്യും എന്നറിയില്ല. അപ്പം ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാൻ പോവാണ്. കാരണം കുറച്ച് നമുക്ക് മാവ് അരച്ച് വെക്കാം. ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ വേണമെങ്കിൽ ദോശ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്. പിന്നെ പുട്ട്, പിന്നെ നൂലപ്പം, പത്തിരി, അങ്ങനെ നമുക്കിങ്ങനെ മടുപ്പ് തീരോളം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് മോമോസാണ്. അപ്പോൾ മോമോസ് ഞാൻ വേവിക്കുന്നുണ്ട്, പിന്നെ ഓട്സ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ചായ, അപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട്, പിന്നെ ലെമൺ ജ്യൂസ്, അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തേക്ക് വയറ് നിറയ്ക്കാനുള്ളത് അങ്ങനെ സെറ്റ് ചെയ്യാം. വലിയമ്മ ഇവിടെ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ചോറ് വേണമെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കാം ഗൈസ്. പിന്നെ തേങ്ങയൊക്കെ ചിരവി ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻ റെഡിയാക്കിയിട്ടുണ്ട്, മീനൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും കൂടി റെഡിയാക്കി വെക്കാം. ചോറ് വേണോ, ചോറ് കഴിച്ചോളൂ ഗൈസ്. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ചെറിയ ഐറ്റംസും കൊണ്ടും വയറ് നിറയ്ക്കാം. അതൊക്കെ മതി. അല്ലാതെ ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് ഭയങ്കര കൺഫ്യൂഷനാണ്. പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഗൈസ് ഒരു 1.5 പണിയാണ്. പക്ഷെ ചിലർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. എന്നാൽ പത്തിരി എപ്പോഴും നടക്കില്ലല്ലോ, മടുപ്പും തോന്നുമല്ലോ ആൾക്കാർക്ക്. അപ്പോൾ കുറേ പ്രാവശ്യം ഉണ്ടാക്കി പത്തിരി. അപ്പോൾ ഇനി പത്തിരി വേണ്ട, മടുത്ത് തുടങ്ങി. അപ്പോൾ ഇനി വെറൈറ്റീസ് വേണം. ആ വെറൈറ്റീസാണ് നമ്മളിപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ അങ്ങ് കിട്ടും. പക്ഷേ എല്ലാവരും ഒരുമിച്ച് കഴിക്കുന്നില്ല. എല്ലാവരും പല സമയത്ത് എനിക്ക് പല സമയത്താണ് കഴിക്കുന്നത്. സോ ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ക്രീമി ആണെങ്കിൽ ഒന്നും കൂടി നന്നാവും. പക്ഷേ ക്രീം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കുറച്ച് സ്പൈസി സംഭവം, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഇനി ബൂസ്റ്റ്. ഇത് ഓട്സ് ഒലിവ് തിന്നുന്നു. ഇത് അമൃതപ്പൊടി വിരകിയത് വല്യമ്മ തിന്നുന്നു. ദുവക്കുട്ടിക്ക് വേണോ, വേണ്ട, ഞാൻ തിന്നുന്നു. ഇന്ന് ടൂറ് പോകുന്ന കാരണം ഇവർ ടൂർ പോകുന്നില്ല, അത് കാരണം ഇവർക്ക് സ്കൂളില്ല, അത് കാരണം വീടിൻ്റെ അവസ്ഥ നോക്കൂ ഗൈസ്. ഇനി ഇത് ഫുൾ ക്ലീൻ ചെയ്ത് വീടടിച്ച് തുടച്ച് കുളിച്ചിട്ട് വേണം ഒന്ന് ഇരിക്കാൻ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ മീഷോയിൽ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് അത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഐറ്റം.
അപ്പം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണ്, എങ്ങനെയാണ്, ഓക്കെയാണോ നമ്മള് ഇപ്പൊ നമ്മൾ എങ്ങനെയാന്ന് നോക്കി നോക്കാം കേട്ടോ ഗൈസ്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് ഇത് വന്നിട്ട് അതിന്റെ മോഡ് രണ്ടെണ്ണാണ് വാങ്ങിയത്. അപ്പൊ ഇതാണ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇത് നമ്മൾ ഇതിൽ വെക്കുക. ഇതിങ്ങനെ സോ ഇങ്ങനെയാണ്, ബാഗാണ്, ബാഗ് ഷേപ്പ്ഡ് ആണ്. ഞാനിത് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മള് ഇരിക്കും. അപ്പോൾ ഇതാ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ആ സാധനം പ്രൊഡക്റ്റ് വന്നിട്ട് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നമ്മളതിൽ എന്താണോ ഉദ്ദേശിച്ചത് അതൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് നല്ലൊരു പ്ലേസിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇനി ഒരു ഫേസ് മാസ്ക് ഇട്ടാലോ. അപ്പോൾ പൊമഗ്രാനൈറ്റിൻ്റെ ഒരു ഫേസ് മാസ്ക് വാങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഒരു 13 ഇയേഴ്സ് ഓൾഡൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസൊക്കെ വന്നിട്ട് കുറച്ചൊരു ഡള്ളായിട്ട് ഒരു വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പം നമ്മളൊന്ന് ജസ്റ്റ് കെയർ ചെയ്യുന്നത് നല്ലതാണ് ഏജിലുള്ളവർക്ക് കേട്ടോ. വീണു പോകും. ഇത് വന്നിട്ട് നമ്മൾ മാവ് അരച്ച് വെച്ചതാണ്. അത്യാവശ്യം ശരിയായിട്ടുണ്ട്. ഇതിൽ ഈസ്റ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം മാവ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഈ മാവ് കുറച്ചെടുത്തിട്ട് ഇഡ്ഡലിയും പിന്നെ കുറച്ചെടുത്തിട്ട് ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പച്ചക്കായ ഉണ്ട്, ഇതുകൊണ്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ എടുത്തതാണ് കേട്ടോ. ഇതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയുമാണ് നമ്മൾ പിന്നെ അപ്പത്തേക്ക് ഇഡ്ഡലിക്കും കറി ഉണ്ടാക്കുന്നത്. പിന്നെ അത് മീനാണ്. ഈ മീൻ കറി വെക്കുകയാണ് കേട്ടോ. കൊഴുവയാണ്, അത് കുറച്ച് കൊഴുവ കറി വെക്കുകയാണ്. പിന്നെ ഇത് വന്നിട്ട് കഷ്ണം മുറിച്ചിട്ട് ഇത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി, ദോശ ഉണ്ടാക്കി. ഇനി അതിലേക്ക് നമ്മളൊരു തക്കാളിക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ചട്നി ഉണ്ടാക്കണം, അത് പിന്നെ ഉണ്ടാക്കാം. ചോറ് വെച്ചിട്ടില്ല, അപ്പം ഇനി ചോറ് റെഡിയാക്കണം. അപ്പോൾ ചോറും കൂടി റെഡിയാക്കി. പിന്നെ മീൻ ഇതാ ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യണം. പിന്നെ ചെറിയൊരു കറി തലയുണ്ട് അതിൽ, അപ്പോൾ അതെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കറി വയ്ക്കാം. വേറൊരു കറി ഉണ്ടല്ലോ ഇവിടെ, എന്തായാലും ഇവിടെ ഒരു കറിയുണ്ട്. പിന്നെ ഇതാ ഇതുണ്ട്. അപ്പം അത് മതി. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ നോക്കാം. പിന്നെ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടില്ല, ചായ ഉണ്ടാക്കണം, കുടിക്കണം. പക്ഷേ ടൈം നോക്കുമ്പോഴാണ്
ഇപ്പം 7 o'clock ആയി. ടൈം നോക്കുമ്പോൾ നമുക്ക് സ്കൂളിൽ കുട്ടികൾ പോകുമ്പോഴേക്കെല്ലാം റെഡി ആവണ്ടേ. അപ്പോൾ അത് കാരണം നമ്മൾ ചായ കുടിക്കാൻ കുറച്ച് ലേറ്റാവും. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചായ ഉണ്ടാക്കി കുടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ലേറ്റാവും. സാധാരണ ഞാൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പേ ചായ ഉണ്ടാക്കുള്ളൂ. ഞാൻ ഉണ്ടാക്കിയ ഗ്ലാസ് ഞാൻ കുടിക്കും. കുട്ടികളെ എണീക്കാനാവുന്ന ഒരു ടൈമിൽ കേട്ടോ ഉണ്ടാക്കി ഞാൻ ഗ്ലാസ് കുടിക്കും. അപ്പോഴും കുട്ടികൾ എണീക്കും. അപ്പോൾ കുട്ടികൾക്കും കൊടുക്കും. ഇത് വല്യമ്മ ഉണ്ടെങ്കിൽ വല്യമ്മ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ 3 പേര് കൂടി കുടിക്കും. വല്യമ്മയും ഞാനും വല്യപ്പയും കൂടി കുടിക്കും. ഇപ്പോൾ വല്യമ്മ എണീറ്റിട്ടില്ല, കാരണം 7 o'clock ആവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എണീറ്റിട്ടില്ല. എണീറ്റ് കഴിഞ്ഞാൽ വല്യമ്മ ചായ ഉണ്ടാക്കും. വല്യമ്മ എണീക്കാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കേണ്ടി വരും. സോ നമുക്ക് എന്തായാലും എനിക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, വേഗം കറി ഉണ്ടാക്കാം. കാലത്ത് തന്നെ നല്ല മഞ്ഞാണ് കേട്ടോ, നല്ല തുമ്മലാണ്, നന്നായിട്ട് തുമ്മുന്നുണ്ട്. വെളിച്ചെണ്ണ തീർന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നും കൂടി സൂപ്പറായ. പുലി ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നുള്ള ന്യൂസ് കാണുമ്പോൾ നമുക്ക് പേടിയാണ്. അപ്പം അത് കാരണം ഞാൻ വാതിലൊന്നും തുറന്നു വെച്ചിട്ടില്ല കേട്ടോ. എന്തോ ഒരു പേടി. വേസ്റ്റ് കൊണ്ടുപോയിട്ടു, പിന്നെ വാതിൽ തുറന്നു വെച്ചിട്ടില്ല. അപ്പോൾ എന്തോ ഒരു ധൈര്യക്കുറവ്. കുറച്ചും കൂടി വെളിച്ചം വന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. വേസ്റ്റ് വേഗം ഇവിടെ വാഴൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ടു. കുറച്ച് ദൂരമൊന്നും കൊണ്ടിടാൻ പറ്റിയില്ല. ഓക്കെ, ഇനി കടുക് കൂട്ടി കഴിഞ്ഞാൽ തക്കാളി കട്ട് ചെയ്ത് ഇടും, പച്ചമുളക് ഇടും, മഞ്ഞൾപ്പൊടി ഇടും, ഉപ്പിടും. എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കും. ദാറ്റ്സ് ഓൾ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നെ ചട്നി ഉണ്ടാക്കാം. ഇനി ഈ ഇതിലേക്ക് വേഗം മീൻ മസാല തേച്ച് ഫ്രൈ ചെയ്യണം. ഓക്കെ, ചായ ഉണ്ടാക്കി, പിന്നെ നമ്മൾ ബൂസ്റ്റ് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇതാ മീൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ദെൻ നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ നമ്മളിതാ ഒരു പറഞ്ഞ തക്കാളിക്കറി ഉണ്ടാക്കി കേട്ടോ. റെഡി. ബേബി എണീറ്റിട്ടുണ്ട്. ഇനി സ്കൂളിൽ പോവാൻ റെഡി ആവുന്നുണ്ട് ഗൈസ്. കുട്ടികൾ എണീറ്റ ഉടനെ അവർക്ക് ഗ്ലാസ് ബൂസ്റ്റും അതിനൊപ്പം ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയി കഴിഞ്ഞതിന് ശേഷം പോകാൻ നേരത്ത് ഞാൻ ചോറാണ് കേട്ടോ വാരി കൊടുക്കാറ്. അപ്പോൾ അത് അതിൽ ബാലൻസ് വന്നാൽ നമ്മുടെ ഒലിവിന് കൊടുക്കുകയാണ്. പിന്നെ പപ്പായ പഴുക്കാൻ വേണ്ടി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്ത് കഴിക്കണം. പഴുത്ത പപ്പായ. പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഈ പപ്പായൻ്റെ അകത്തൊരു വൈറ്റ് കണ്ടോ ഗൈസ്? എന്താണ്, പപ്പായക്ക് ഗർഭമുണ്ടായിട്ടുണ്ടോ? എന്താണിത്? വാട്ട് ഈസ് ദിസ്? കുരുമുളച്ചതോ? വാട്ട് ഈസ് ദിസ്? കുരുമുളച്ചതാണോ ഗൈസ്? ഐ തിങ്ക് മൂപ്പായിട്ട് മുളച്ചതുപോലെ തോന്നുന്നുണ്ട്. ഇവിടെ ഇതൊരെണ്ണുണ്ട്. അതങ്ങ് പോകുന്നു. എന്താണിത് അറിയുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.